പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് കാവ്യ. ഇതിനായി സിദ്ധാർത്ഥിനോട് കൂടുതൽ അടുത്ത് പെരുമാറുകയും ചെയ്യുന്നു. ഒരു ഗ്ലാസ്സിൽ സ്ട്രോ എടുത്ത് വെച്ചുകൊണ്ട് നാരങ്ങ വെള്ളം ഇരുവരും കുടിക്കുകയും ചെയ്തത് ആകെ ദേഷ്യം വരുത്തിയിരിക്കുകയാണ് കൃഷ്ണയ്ക്ക്. പക്ഷേ കൃഷ്ണയെ ചെന്ന് കാണുന്ന ഉമ കൃഷ്ണയോട് ഇതെല്ലാം ജയമോഹിനിയും അതുപോലെ തന്നെ ഭരത്തും പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യമാണ്. കൃഷ്ണയെ തളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ കൃഷ്ണ ഒരിക്കലും തളർന്നു പോകരുത്. പൊരുതുന്നതിനായി മുന്നിലേക്ക് വരിക തന്നെ വേണം. അതിനാണ് ഇപ്പോൾ കൃഷ്ണ ശ്രമിക്കേണ്ടത്. മാത്രവുമല്ല, ഡൈവോഴ്സ് നൽകി പോകാനാണ് അവൾ പറഞ്ഞത്. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം കൃഷ്ണ. എന്നാൽ മാത്രമാണ് കൃഷ്ണയ്ക്കും ഒരു വില ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കൃഷ്ണയെ അവർ പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ, എനിക്ക് ആ സിദ്ധാർത്ഥിനെ കണ്ടിട്ടാണ് ദേഷ്യം വരുന്നത്. അവൻ എന്തിനാണ് ഇവിടെ വലിഞ്ഞു കയറി ജീവിക്കുന്നത്? നാണമില്ലേ അവന്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സഹിക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എന്ന് കൃഷ്ണ പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ പോസസീവ് ആവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഉമ. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കാവ്യയാകട്ടെ കൃഷ്ണയുടെ മനസ്സിലിരിപ്പ് പുറത്തു വരുമോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഡിവോഴ്സിൽ ഒപ്പുവെക്കണമെന്നുള്ള കാര്യം ജയമോഹിനി ആവശ്യപ്പെടുന്നത്. ഇത് കാവ്യയ്ക്ക് തീർത്തും ഇഷ്ടമാകുന്നില്ല. ഇതോടെ കാവ്യ തൽക്കാലത്തേക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ട എന്നും ഡിവോഴ്സ് അയാളാണ് അയക്കേണ്ടത്, ഞാൻ അതിനുശേഷം തീരുമാനം എടുത്തുകൊള്ളാം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ജയമോഹിനിക്കും കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായിരിക്കുകയാണ്. കാവ്യയുടെ മനസ്സിൽ കൃഷ്ണയ്ക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ജയമോഹിനി. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്നാൽ ഇതേ സമയമാകട്ടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. കൃഷ്ണയെ ഒതുക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്ന സിദ്ധു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. കൃഷ്ണയെ അകറ്റുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നും കാവ്യയുമായി താൻ സെറ്റായി എന്ന് അയാൾക്ക് തോന്നണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള പുതിയ ചതികൾ പ്ലാൻ ചെയ്യുന്ന സിദ്ധു ഇതേ തുടർന്ന് ഉമയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ഉമയോട് ഒരു ഡീലിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഉമ എന്ത് ഡീലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉമയ്ക്ക് കൃഷ്ണയെ സ്വന്തമാക്കണം, അതുപോലെ തന്നെയാണ് എനിക്ക് കാവ്യയെയും. നമ്മൾ ഒത്തൊരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ സൂപ്പറായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ ഞാനതിന് തയ്യാറാണ് എന്നുള്ള കാര്യം മറുപടിയായി നൽകിയിരിക്കുകയാണ് ഉമ. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിക്കുന്ന സിദ്ധു ഇതേ തുടർന്ന് കൃഷ്ണയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ സമയമാകട്ടെ കാവ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാനും മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യം ഉമയും ഉറപ്പ് നൽകുന്നു. ഇതേ തുടർന്ന് ഇരുവരും പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് കൃഷ്ണയുടെയും കാവ്യയുടെയും അരികിലേക്ക് പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഇരുവരുടെയും പദ്ധതികൾ പാളിപ്പോകുന്നത്. മണിക്കുട്ടിക്ക് ഇരുവരുടെയും തന്ത്രങ്ങൾ മനസ്സിലാകാൻ ഇടയാവുകയും ഇതോടെ മണിക്കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു.
പക്ഷേ ഇതിനിടയിൽ കൃഷ്ണയെ പിരിയാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന കാവ്യ ഈ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിനിടയിൽ കൃഷ്ണയാകട്ടെ കാവ്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും കാവ്യയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ഇരുവരും ആദ്യം എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് നിന്നുപോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ജീവിതമാണ് പ്രധാനമെന്നും അതുകൊണ്ട് തന്നെ ഈഗോ മാറ്റിവെച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നും തീരുമാനിക്കുന്ന അവർ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ്. കാവ്യയെ മറക്കുന്നതിനായി തനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കാവ്യ സിത്തുവിനോടുള്ള അടുപ്പം കുറയ്ക്കണം. എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ യാതൊരു താല്പര്യവുമില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യവും പറയുന്ന കൃഷ്ണ തനിക്ക് കാവ്യയെ പഴയതുപോലെ വേണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. കാവ്യ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവളിൽ അവകാശമില്ല. ഞാനത് അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറാവുകയില്ല. നീ എൻ്റേതു മാത്രമാണ് എന്ന് കൃഷ്ണ പറഞ്ഞതിനെ തുടർന്ന് കാവ്യയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇതോടെ കാവ്യ കൃഷ്ണയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. കൃഷ്ണയല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കാൻ എനിക്കും സാധിക്കുകയില്ല. കൃഷ്ണ മാത്രമാണ് എനിക്ക് എൻ്റെ എല്ലാമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷ്ണയെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കൃഷ്ണ ഐ ലവ് യു എന്ന് പറയുകയും ചെയ്യുന്നു കാവ്യ. ഇതോടെ കൃഷ്ണയും കാവ്യം തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് ഉമയുടെയും സിദ്ധാർത്ഥിൻ്റെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പിടിച്ചു നിൽക്കാൻ ഇനിയും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അവർ ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം ഇനി ഡിവോഴ്സ് പേപ്പറിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം കാവ്യ ജയമോഹിനിയെ കണ്ട് തറപ്പിച്ച് പറയുകയും ചെയ്തത് ജയമോഹിനിയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.